മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് പഠന വിജയത്തിന് 7 കാര്യങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. പഠന വിജയത്തിന് സഹായകരമായ 7 കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവവചനങ്ങളുമാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പരീക്ഷാർത്ഥികളോട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഇതാ ഒരു വാക്ക്. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ചിലരൊക്കെ പറയും ശരിക്കൊരു യുദ്ധം തന്നെയാണ് എന്ന് പറയും, യുദ്ധം തന്നെ ആയിരുന്നു എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതാ ഈ യുദ്ധത്തിൽ ഇതാ ദൈവം കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതിനെക്കുറിച്ച് എന്താണ്? സന്തോഷത്തോടെ ആയിരിക്കുക, പിന്നെ മുഖപ്രസാദത്തോടെ ആയിരിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ മനസ്സിന് നല്ല ചിന്തകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കണം. മനസ്സിലെന്ത് വേണം? നല്ല ചിന്തകൾ വേണം. മനസ്സിൽ ഉള്ളത് നല്ലതായാൽ പുറത്തേക്ക് എന്ത് വരും? പുറത്തേക്ക് വരുന്നതും നല്ലത് തന്നെ ആയിരിക്കും. നമുക്കറിയാം, നല്ല പാൽപ്പായസം നിറച്ച ഒരു കെറ്റിൽ, എന്നാൽ അതിലേക്ക് ഒരു തുള്ളി മണ്ണെണ്ണ വീണാൽ എത്ര നല്ല പായസമായിരുന്നാലും അത് പോയില്ലേ. ഇനി കറിക്ക് എത്ര നല്ല അരപ്പ് ഉണ്ടായാലും അതിൽ ഇടുന്ന മത്സ്യം ചീത്തത് ആയാൽ ആ കറി മോശമായി പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുറപ്പാട് 14-14 1 തെസ്സലോനിക്കർ 5-16 വചനങ്ങൾ ആയിരിക്കുക. എല്ലാ പ്രതികൂലങ്ങളിലും, പ്രതികൂലമായാലും അനുകൂലമായാലും നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നമ്മൾ നിറക്കുക. രണ്ടാമത്തെ കാര്യമാണ് ടെൻഷൻ ഒഴിവാക്കുക. ഇന്ന് കൊച്ചു കുട്ടികൾ വരെ, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് പഠനത്തിൽ ഒന്നും കയറുന്നില്ല, എപ്പോഴും തീർത്തും പരാജയം. അങ്ങനെ വീട്ടിലുള്ളവരും പഠിപ്പിക്കുന്നവരും എല്ലാം തോറ്റു തുന്നം പാടി. ഈ കുട്ടിയുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ തുറന്ന് സംസാരിക്കുകയാണ്. ശിശുക്കളുടെ അടുത്ത് നമ്മൾ ശിശുക്കളെ പോലെ ആകണം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ കാര്യം ഇതാണ്, ഭയങ്കര ടെൻഷനാണ് സാറേ, ടെൻഷനല്ലേ. എന്നിട്ട് ആ കൊച്ചു മനസ്സിലെ കൊച്ചു ലോകത്തെ അവൻ്റെ ടെൻഷൻ കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. പണ്ടത്തെ കാര്യം, വീട്ടിൽ നടന്നതും കാരണവന്മാർ പറഞ്ഞതും ഇതൊക്കെ ഇവൻ്റെ തലയിൽ ആരെങ്കിലോടൊന്നും പങ്കുവെക്കണ്ടേ ഇങ്ങനെ നടക്കുന്ന അവസ്ഥ. അപ്പോൾ വലിയവരായാലും മുതിർന്നവരായാലും, പ്രത്യേകിച്ച് ഈ IELTS OIT പരീക്ഷകളൊക്കെ എഴുതുന്നവർ പലരും, മുതിർന്നവരും കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും കുട്ടികളെ നോട്ടവും പിന്നെ ലോണും ഒത്തിരി കാര്യങ്ങളൊക്കെ നേരിടുന്നവരാണ്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ, അതുപോലെ ജോലി കളഞ്ഞിട്ട് IELTS OIT എഴുതുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ടെൻഷൻ കിട്ടുമോ അതും പോയി ഇതും പോയി. ഈ ടെൻഷനെല്ലാം നമ്മൾ കളയുക. രണ്ടാമത്തെ ഈ പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. നമുക്കറിയാം, തണുപ്പ് മാറുന്നതിന് വേണ്ടി എന്ത് വേണം? ചൂട് വേണം, ചൂട് പിടിപ്പിക്കണം. അതുപോലെ ഇരുട്ട് മാറണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചം വേണം അല്ലേ. വെളിച്ചം വരുമ്പോൾ എന്ത് മാറും? ഇരുട്ട് തന്നെ മാറിപ്പോയിക്കൊള്ളും. മൂന്നാമത്തെ കാര്യം ആണ് ശക്തനായ ദൈവം ഉള്ളിലുണ്ടെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാണ്. 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണെന്ന് വചനം പറയുന്നത്. അതുകൊണ്ട് ഈ ഭീരുത്വം വെച്ചുകൊണ്ടിരുന്നാൽ അത് പുറത്തേക്ക് വരും. ഭയം മാറണമെങ്കിൽ ശക്തനായ ദൈവം ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. എന്ത് വേണം? നമുക്ക് ഉണ്ടാകണം. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭയം മാറ്റുക എന്ന്. ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ്. ഈ ഭയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാഡീകോശങ്ങളൊക്കെ ആകെ വലിഞ്ഞ് മുറുകും. ദേഷ്യം, അരിശം, ഉറക്കക്കുറവ് അല്ലേ,
ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഭയമെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ആ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങൾ, ഡോപ്പാമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, അഡ്രിനാലിൻ, ഇങ്ങനെ വിവിധ തരം ഹോർമോണുകൾ, രാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ ആകെ അവതാളത്തിലാകും. ഇപ്പോൾ അഡ്രിനാലിൻ ആവശ്യത്തിൽ കൂടുതലായ ടെൻഷൻ, പിരിമുറുക്കങ്ങളൊക്കെ കൂടും. പാങ്ക്രിയാസ്, കിഡ്നി, ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ പിരിമുറുക്കങ്ങളില്ലാതിരിക്കാൻ മനസ്സ് ശാന്തമാക്കുക. ഏശയ്യാ പ്രവചനത്തിൽ 41 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏശയ്യാ 41:10 അവിടെ പറയുന്നത് എന്താണ്? ആ വചനം നമുക്ക് കേൾക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വലത്ത് കൈ, വിജയകരമായ, 2 കാര്യവും മറക്കരുത്. വിജയകരമായ വലത്ത് കൈ കൊണ്ട് ആരാ താങ്ങി നിർത്തുന്നത്? ഈ പ്രപഞ്ചം താങ്ങി നിർത്തുന്ന, ഈ ഭൂഗോളത്തെ നയിക്കുന്ന, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നയിക്കുന്ന ആ ദൈവമാണ് നമ്മുടെ നിയന്ത്രണം ഈ സമയങ്ങളിൽ ഏറ്റെടുക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? സാധിക്കണം. അതുകൊണ്ട് ഭയം മാറ്റുക. ഭയമുള്ള ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് പോലും പോകാൻ പറ്റാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൗൺസിലിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. അവളോട് ഏശയ്യാ പ്രവചനം 41 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു മാസം എല്ലാ ദിവസവും 10 പ്രാവശ്യം വെച്ച് വായിക്കാൻ പറഞ്ഞു. ഈ കുറേ നാളിപ്പോൾ ഹൈദരാബാദിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഇപ്പോൾ കേരളത്തിൽ തന്നെ അങ്ങേറ്റത്തുണ്ട്. ഓടാത്ത സ്ഥലങ്ങളും നാടുകളും ഒന്നുമില്ല. എല്ലാം ഇപ്പോൾ എന്തിനെ നേരിടാം. മറ്റേത് വീട്ടിൽ തന്നെ ഈ മുറിയിൽ നിന്ന് ആ മുറിയിലോട്ട് പോലും, കാരണം എന്താണെന്നറിയില്ല. അവൾ പറയുന്ന, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഇതാണ്, ഭയങ്കര പേടിയാണ്, ഇരുട്ടിനെ പേടി, പിന്നെ രാത്രിയായ പേടി, എല്ലാത്തിനെയും നേരിടാൻ പേടി എന്ന് ഉപരിപഠനം എല്ലാം നടത്തി നല്ല രീതിയിൽ നല്ലൊരു വീട്ടമ്മയാണ്. അതോടൊപ്പം നല്ല ഹയർ സ്റ്റഡി എല്ലാം നേടി ദൂരയാത്രകളൊക്കെ ഒത്തിരി ചെയ്തു. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്തു. അതെല്ലാം മാറിപ്പോയി. വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. 5-ാമത്തെ കാര്യമാണ് ലയിച്ച് ചേരുക എന്ന് പറഞ്ഞാൽ പഠിക്കാനിരിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങുക, സാലോക്യം പ്രാപിക്കുക എന്ന് പറയും അല്ലേ. അപ്പോൾ പഞ്ചസാര ആ ചായയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ ലയിച്ചു ചേരണം. ഇതുപോലെ പഠനത്തിൽ ആയിരിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റ് ലോകത്തേക്ക് ദിവാസ്വപ്നങ്ങൾ കാണുന്നതെല്ലാം അവസാനിപ്പിക്കുക. സാലോക്യം പ്രാപിക്കണം. വെള്ളത്തിൽ ചരൽക്കല്ല് കിടക്കുന്ന പോലെ കിടക്കാതെ വെള്ളത്തിൽ പഞ്ചസാരയായി അതിനെ മധുരീകരിക്കുന്നത് പോലെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ ലയിച്ചു ചേരുക, താല്പര്യപൂർവ്വം പഠിക്കുക എന്നുള്ളത്, വിഷയങ്ങളെ സ്നേഹിക്കുക, അതിൻ്റെ അധ്യാപകരോടുള്ള വെറുപ്പൊക്കെ മാറ്റുക, ആ ഭയങ്ങളൊക്കെ കളയുക. പിന്നെ 6-ാമത്തെ കാര്യമാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠനത്തെ നശിപ്പിക്കുന്ന വിഷവിത്തുകളൊക്കെ നമ്മൾ വലിച്ചെറിയുക. അതായത് ഫോൺ സെക്സ്, തെറ്റായ സ്നേഹബന്ധങ്ങൾ, അശ്ലീല ഭാവന, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങളിലേക്ക് വീണ്ടും പോകുന്നു, തെറ്റായ ഭാവന, അതുപോലെ ചില നായക പരിവേഷങ്ങളുടെ ആ ചിന്തകൾ ആരാധനയായിട്ട് അന്നേരമാണ് എല്ലാം വന്നതെന്ന് പറയും. ഇങ്ങനെ പൊങ്ങി വരും. നമുക്ക് എന്തിനോടാണോ താല്പര്യം, തെറ്റായ പ്രേമബന്ധം അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ, ഭാവനകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൊങ്ങി. അപ്പം മനസ്സൊക്കെ ഫ്രീ ആക്കുക. കൗൺസിലിങ്ങിലൂടെയോ കുമ്പസാരത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെ എല്ലാം ഇതിനെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുക, ശുദ്ധീകരിക്കണം. 1-2 ആത്മാർത്ഥതയുള്ള നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ശത്രുക്കളല്ല, അവരോടൊക്കെ തുറന്ന് സംസാരിക്കണം. പലപ്പോഴും പെൺകുട്ടികൾ അച്ഛനുമായിട്ടായിരിക്കും അറ്റാച്ച്മെൻറ്റ്, ആൺകുട്ടികൾ
അമ്മയുമായിട്ടായിരിക്കും അറ്റാച്ച്മെൻറ്റ്. അതൊരു സൈക്കോളജിക്കൽ വേ ആണ്, അതൊരു കുറ്റമായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മാതാപിതാക്കൾ തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം, അവരുമായിട്ട് തുറന്ന് സംവദിക്കാനുള്ള സാഹചര്യം നമുക്കും ഉണ്ടാകണം. ഏറ് പിടിച്ച് വരിഞ്ഞു മുറുകി നടക്കരുത്. അവർക്കും ഉണ്ട് വിഷമവും ടെൻഷനും, നമുക്കും ഉണ്ട്. അത് അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ തകരാൻ ഇടയാകാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അശ്ലീല കാഴ്ചകൾ, അശ്ലീല ചിത്രങ്ങൾ, ഫോൺ സെക്സ് ഇതിൻ്റെ അടിമത്തങ്ങളെല്ലാം മാറ്റുക. ഒരു മാതാപിതാക്കൾ വലിയ ഉന്നതരാണ്, അവരുടെ ആ മകനെ കൊണ്ട് വന്ന ഇതാണ്. കാരണം പഠനം എല്ലാം ഉഴപ്പായി, ഈ കാര്യങ്ങളിൽ ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യം. അവസാനം കണ്ടുപിടിച്ച ഇതാണ് മൊബൈൽ ഫോൺ. അമ്മയുടെ മൊബൈൽ ഫോണുമായിട്ട് ബാത്റൂമിൽ കയറി മണിക്കൂറുകൾ ഇരിക്കും. അശ്ലീല ചിത്രത്തിനും അശ്ലീല കാഴ്ചകൾക്കും എല്ലാം അടിമയായിത്തീരുന്ന അവസ്ഥ. കൂടുതൽ സമയം ബാത്റൂമിൽ ചെലവഴിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മകൻ്റെ ജീവിതം തകർന്ന വഴികൾ കണ്ടുപിടിച്ചപ്പോൾ ഒത്തിരി വൈകിപ്പോയി. അതുപോലെ തെറ്റായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച അവസ്ഥകൾ ഓർക്കെയാണ് മാതാപിതാക്കൾ അവരുടെ മുറി കിടന്നുറങ്ങുമ്പോൾ അപ്പുറത്ത് വാതിൽ തുറന്ന് കൊടുത്ത് കാമുകനെ മുറിയിൽ കയറ്റുന്നു, സംവദിക്കുന്നു, അവർ ഉണരുന്നതിന് മുമ്പേ വിടുന്നു. ഇങ്ങനെയുള്ള തെറ്റുകൾ എത്ര നാൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അവസാനം കല്യാണം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, സമയമായിട്ടില്ല, കല്യാണം, പൊട്ടിത്തെറി. അപ്പോഴും പൊട്ടിത്തെറി മുഴുവൻ മാതാപിതാക്കളോട്. അപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നേരായ വഴി തിരഞ്ഞെടുക്കുക, നേരായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. അതുപോലെ 7ാമത്തെ കാര്യമാണ് അന്നന്ന് പഠിക്കാനുള്ളത്. കാര്യങ്ങളെല്ലാം അർത്ഥങ്ങൾ മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി സ്വന്തം ശൈലിയിൽ പഠിക്കുക. അല്ലാതെ പാഠം പഠിക്കുന്നവരായി തീരരുത്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മൾ പിന്നത്തേക്ക് നീക്കി വെക്കരുത്. അന്നന്ന് പഠിക്കുക, ഇന്ന് ചെയ്യാൻ, ഇന്ന് എഴുതാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ തീർക്കുക, അത് നാളത്തേക്ക് നീട്ടിവെക്കരുത്. അതുപോലെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് തയ്യാറാക്കേണ്ടി വരുമ്പോൾ ഏതെങ്കിലും ഒരു അറ്റവും വാലും കിട്ടിയില്ലെങ്കിൽ അതോടുകൂടി മൊത്തം മാർക്ക് പോകുന്ന അവസ്ഥകൾ. അപ്പോൾ നല്ല രീതിയിൽ എളിമയോടും ക്ഷമയോടും കൂടെ ഈ 7 കാര്യങ്ങൾ നമുക്ക് പഠനത്തിന് ഉപയോഗിക്കാം. അതുവഴി ഇതിൽ പറഞ്ഞ ഈ വചനങ്ങളെല്ലാം, ഒന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 14:14, ഏശയ്യാ പ്രവചനം 41:10, 1 യോഹന്നാൻ 4:4. ഈ വചനം കൂടാതെ ഒരു വചനം കൂടെ തരികയാണ്. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വാക്യം. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നമ്മളോട് തന്നെ നിരവധി പ്രാവശ്യം ഇനിയുള്ള ദിവസങ്ങളിൽ പറയുക. നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാവില്ലെന്ന് പറയുന്നത് പോലെ ഇതാ ഈ ദൈവവചനം, ഈ ആപ്തവാക്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് ഉപബോധ മനസ്സ് അബോധ മനസ്സിലൂടെ കടന്നു വരുമ്പോൾ ഫിൽറ്റർ ചെയ്ത് നമ്മളിങ്ങനെ തെളിനീര് പോലെ ഒഴുകാൻ നമ്മുടെ ഭാവനകൾ, മനസ്സെല്ലാം സമ്പന്നമാകും. ഇതാ ഫലപുഷ്ടിയുള്ള നല്ല നിലത്താണ്, നല്ല വളക്കൂറുള്ളിടത്താണ് നല്ല ഫലങ്ങൾ വിളയുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സും ഭാവനയും ചിന്തയും ദൈവവചനം കൊണ്ടും ഈ പഠനത്തിന് സഹായിക്കുന്ന ഈ 7 കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മളൊന്ന് ശരിയാക്കിയെടുത്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും. നിങ്ങളുടെ കമൻസുകൾ അയക്കുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഗുണപ്രദമായെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ കമൻസ് അയക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന എല്ലാ നല്ല വിഷയങ്ങളും വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ദൈവരാജ്യ വിസ്തൃതിയിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും നമുക്ക് പങ്കുകാരാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.